വന്ദേ ഗുരുപദദ്വന്ദ്വം അവാങ്മനസ്സഗോചരം രക്തശുക്ലപ്രഭാമിശ്രം അതർക്യം ത്രൈപുരം മഹത്. ഓം തത്സത്. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പരമപൂജനീയരായ സ്വാമിജിമാരെ, ഇന്നത്തെ ഈ ധർമ്മസഭയുടെ അധ്യക്ഷനായ ശ്രീമാൻ മധൂർ സർ, മധൂർ ശ്രീ കുറുമ്പ ദേവസ്ഥാനത്തിൻ്റെ ആചാര്യന്മാരെ, കാരണവന്മാരെ, വേറെയും അസംഖ്യം ബഹുമാനരായ വ്യക്തികൾ, ഓരോരുത്തരെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യത്തക്ക വലിപ്പവും പ്രാധാന്യവുമുള്ള മഹത്തുക്കളെ, ഇന്നത്തെ ഈ ചർച്ച കേൾക്കുന്നതിനായി, മനസ്സിലാക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള ഭക്തജനങ്ങളായ സഹോദരി സഹോദരന്മാരെ, ഈ ചടങ്ങിൻ്റെ ഭാഗമായി എല്ലാവരെയും സ്വാഗതം ചെയ്തപ്പോൾ ആദരിക്കുന്നതിനു വേണ്ടി ധരിപ്പിച്ച ഈ ഗംഛ, സത്യത്തിൽ അതൊരു വലിയ ദേശീയ ഐക്യത്തിൻ്റെ പ്രതീകമാണ് എന്നെനിക്ക് തോന്നുന്നു. നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കാം, ഇതിപ്പോൾ ആദ്യമായിട്ടല്ല ഗംഛ എല്ലാവരെയും ധരിപ്പിക്കുന്നത്. പക്ഷെ അത് പറയാതിരിക്കാൻ സാധ്യമല്ല. അങ്ങ് വടക്ക് കിഴക്ക് പ്രാഗ്ജ്യോതിഷപുരിയുടെ എന്ന് വെച്ചാൽ ആസാമിൻ്റെ പവിത്രമായ വസ്ത്രമാണ്, അവിടെ ബഹുമാന്യരെ ആദരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന പവിത്രമായ വസ്ത്രം തന്നെയാണ് ഇവിടെ ഇങ്ങ് തെക്ക് മധൂരിലൊരു പരിപാടിയിൽ ധരിപ്പിക്കുന്നത് എന്നത് വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു കാര്യമാണ്. ഈ രാഷ്ട്രം ഒന്നാണ് എന്ന്, പ്രത്യേകിച്ചും ഇക്കാലത്ത് ചിലരെല്ലാം ചിലതിനെയൊക്കെ ചിലതിൽ നിന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കട്ടിങ് സൗത്ത്, മധൂരും മംഗലാപുരവും ഒക്കെ ഉൾപ്പെടുന്ന ദക്ഷിണ ഭാഗത്തെ, ഭാരതത്തിന്റെ ദക്ഷിണ ഭാഗത്തെ ഉത്തര ഭാരതത്തിൽ നിന്ന് കട്ട് ചെയ്യാൻ വേണ്ടി കട്ടിങ് സൗത്ത് വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ആ കൂട്ടത്തിലാണ് ഉത്തരപൂർവ ആസാം, മണിപ്പൂർ, അരുണാചൽ, മിസോറാം, സിക്കിം തുടങ്ങിയ പ്രദേശങ്ങളെ കട്ടിങ് നോർത്ത് ഈസ്റ്റ് അത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത്തരമൊരു സുന്ദരമായ ചടങ്ങിലൂടെ മധൂരിലെ ഈ ആഘോഷ സമിതി അവരറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ ഏതായാലും ഒരു ശക്തമായ മറുപടി നൽകുകയാണ്, ഭാരതം ഒന്നാണ് എന്ന്. ആരാധ്യനായ രാം മനോഹർ ലോഹിയ, നിങ്ങൾ ചിലരെങ്കിലും തീർച്ചയായിട്ടും കേൾക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള മഹാത്മാവാണ് രാം മനോഹർ ലോഹിയ. അദ്ദേഹം ഒരു പ്രഖ്യാപിത ഈശ്വര ഭക്തനൊന്നുമായിരുന്നില്ല, ഗണപതി ഹോമമൊന്നും നടത്തിയിട്ടുള്ള ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സോഷ്യലിസ്റ്റ് ആയിരുന്നു. സോഷ്യലിസ്റ്റ് ആയിട്ടുകൂടി, യുക്തിവാദി ആയിട്ടുകൂടി രാം മനോഹർ ലോഹിയ ഒരിക്കൽ പറയുകയുണ്ടായി, ലോർഡ് രാം കണക്ട്സ് ഭാരത് ഫ്രം നോർത്ത് ടു സൗത്ത്. ശ്രീരാമചന്ദ്ര മഹാപ്രഭു വടക്കിനെ തെക്കിനോട് യോജിപ്പിക്കുന്നു. പറഞ്ഞതിന്റെ പിന്നിലെ താല്പര്യം എന്താ? വടക്കു ഭാഗത്തെ അയോധ്യയും തെക്കു ഭാഗത്തെ രാമേശ്വരവും തമ്മിൽ സംയോജിപ്പിച്ച മഹാത്മാവാണ് ശ്രീരാമചന്ദ്രൻ. അപ്പോ അനാദികാലം മുതലേ തന്നെ നമ്മുടെ ഈശ്വര വിശ്വാസത്തിൽ പോലും ഈ ഐക്യത്തെ കാണാൻ കഴിയുന്നു എന്ന് പറയുന്നതാരാണ്? ഒരു പ്രഖ്യാപിത സോഷ്യലിസ്റ്റായ രാം മനോഹർ ലോഹിയ. അദ്ദേഹത്തിന് ബൗദ്ധികമായ സത്യസന്ധതയുണ്ടായിരുന്നു. നമ്മുടെ ഇക്കാലത്തെ സോഷ്യലിസ്റ്റുകൾക്ക് അതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്റലക്ച്വൽ ഓണസ്റ്റി എന്ന് പറയും സാഹിബിന്റെ ഭാഷയിൽ. അവിടെ നിർത്തിയില്ല അദ്ദേഹം. അദ്ദേഹം രണ്ടാമത് പറയാണ്, ലോർഡ് ശ്രീകൃഷ്ണ കണക്ട്സ് വെസ്റ്റ് വിത്ത് ഈസ്റ്റ്. നമുക്കറിയാം, ദ്വാരകാധീശനായ ശ്രീകൃഷ്ണ പരമാത്മാവ് അദ്ദേഹത്തിന്റെ പ്രഥമ പത്നിയെ കണ്ടെത്തിയത് അങ്ങ് കിഴക്ക് ഭാഗത്ത്, അങ്ങേ അറ്റത്തെ കിഴക്ക് ഭാഗം അരുണാചൽ പ്രദേശിൽ നിന്നാണ് രുക്മിണിയെ അദ്ദേഹം കണ്ടെത്തുന്നത്.
അവിടെയും പ്രതീകാത്മകമായി ഭാരതത്തിന്റെ ഐക്യത്തെ, ആ ഐക്യത്തിന്റെ ആധാരം എന്താണ് ഇപ്പൊ ഈ ക്ഷേത്രത്തിലെ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് ഇങ്ങനെയുള്ള രാഷ്ട്രീയ കാര്യം പറയുന്നതെന്ന് ചിലർക്ക് തോന്നാം. ഞാൻ രാഷ്ട്രകാര്യമാണ് പറയുന്നത്, പൊളിറ്റിക്സ് അല്ല. ഈ രാഷ്ട്രത്തിന്റെ അടിസ്ഥാനം, രാഷ്ട്രം ഒന്നാക്കുന്നത് ഈ ആധ്യാത്മികതയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ ഉദാഹരണം കണ്ടെത്തിയത്. അവിടെയും നിർത്തിയില്ല ലോഹിയാജി. അടുത്തത് നോക്കൂ. ആൻഡ് ദ ഗ്രേറ്റ് മഹാദേവ is present in each and every grains of this land. കങ്കട്ട് മേ ശങ്കർ ഹേ. ഓരോ ചെറിയ കല്ലിൽ പോലും, ഓരോ തരി മണ്ണിലും ശങ്കരൻ, പരമശിവൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആധ്യാത്മികതയുടെ അടിസ്ഥാനത്തിൽ ഒന്നായൊരു രാഷ്ട്രമാണ് നമ്മുടേത്. ഇത്തരം ആധ്യാത്മിക സദസ്സുകളിൽ, ധാർമ്മിക സദസ്സുകളിൽ രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനാവില്ല. കാരണം രാഷ്ട്രം ഒരു ആധ്യാത്മിക സത്തയാണ്, ഒരു സാംസ്കാരിക സത്തയാണ്. അതാണ് ഋഗ്വേദത്തിൽ രാഷ്ട്ര സൃഷ്ടിയെ കുറിച്ച് പറയുമ്പോൾ വേദം പോലും പരാമർശിക്കുന്ന, അപ്പോ തീർച്ചയായിട്ടും നന്ദകുമാറിനും പരാമർശിക്കാം. വേദം പറയുന്നത് രാഷ്ട്രം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം ഋഷീശ്വരൻ പറയുന്നു, ഭദ്രമിച്ഛന്ത ഋഷയസ്വർവിദ തപോ ദീക്ഷാമുപസേതുരഗ്രേ തതോ രാഷ്ട്രം ബലമോജശ്ച ജാതം തദസ്മൈ ദേവാമുപസന്നമന്തു. ഭദ്രമിച്ഛന്ത ഋഷയ. ഭദ്രത. എന്തിന്റെ ഭദ്രത? എന്തിന്റെ ഐശ്വര്യം? എന്തിന്റെ മംഗള? സ്വർവിദ. നമ്മുടെ പ്രാർത്ഥനകളിൽ എപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പദം ആവർത്തിച്ച് വരുന്നത് കാണാം. ആചാര്യന്മാർക്ക് അറിയാമത്. സ്വർവിദ. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖമാപ്നുയാത് എന്ന് പറയുമ്പോൾ ആ 4 പാദങ്ങളിലും ഉണ്ട് സർവ. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്റെ മതത്തിൽപ്പെട്ടവർക്ക് മാത്രം നന്മ വരട്ടെ, എന്റെ ആരാധനാലയത്തിൽ വരുന്നവർക്ക് മാത്രം ഐശ്വര്യം കിട്ടട്ടെ, എന്നെ പോലെ പൊട്ടുതൊട്ടവർക്ക് മാത്രം ഐശ്വര്യം കിട്ടട്ടെ എന്ന് ഹിന്ദുക്കൾ ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല. ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്നത് സർവേപി സുഖിനഃ, എല്ലാവർക്കും സുഖം ഉണ്ടാവട്ടെ. ഇതെവിടുന്നാ തുടങ്ങുന്നത് ഈ കൽപ്പന? അത് വേദത്തിലെ ആ ശ്ലോകത്തിൽ കാണാം. ഈ രാഷ്ട്ര സൃഷ്ടിയുടെ കാരണം എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഋഷീശ്വരന്മാര് പറയുന്നു, ഭദ്രമിച്ഛന്ത ഋഷയസ്വർവിദ. ഭദ്രത ആഗ്രഹിച്ച, സർവലോകത്തിനും സർവചരാചരങ്ങൾക്കും ഗോളഗോളാന്തരങ്ങളിൽ വർത്തിക്കുന്നതോ വർത്തിക്കാത്തതോ ആയ സർവ്വതിനും ഭദ്രത ആഗ്രഹിച്ചുകൊണ്ട് തപസ് ചെയ്ത ഋഷീശ്വരന്മാർ. നമ്മുടെ ഋഷീശ്വരന്മാർ തപസ് ചെയ്തത് എനിക്കും എന്റെ പൊണ്ടാട്ടിക്കും സുഖമുണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടല്ല. ഈ ഭാഗത്ത് പ്രയോഗം ഉണ്ടോന്ന് അറിയില്ല. പൊണ്ടാട്ടി എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടുകാരിക്കും എനിക്കും സുഖം ഉണ്ടാവട്ടെ, എന്റെ മക്കൾക്ക് മാത്രം സുഖം ഉണ്ടാവട്ടെ, എന്റെ കുടുംബത്തിന് മാത്രം സുഖം ഉണ്ടാവട്ടെ, അയലത്തുകാരൻ മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സർവർക്കും സുഖമുണ്ടാവട്ടെ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഋഷീശ്വരന്മാരുടെ തപസ്സിന്റെ ഫലം എന്താ? ആ തപസ്സിന്റെ ഫലം ഓജസ്, ചൈതന്യം, രാഷ്ട്രം. അതിന്റെ കൂട്ടത്തിലാണ് ഈ രാഷ്ട്രം ഉണ്ടായി വന്നത്. അതുകൊണ്ടാണ് ഈ രാഷ്ട്രം എന്നും ആദരിക്കുന്നത്, ആചരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, പൂജിക്കുന്നത് ത്യാഗികളെയാണ്. നമ്മൾ ഋഷീശ്വരന്മാരെ, ത്യാഗികളായ ഋഷീശ്വരന്മാരെ ആദരിക്കുന്നു. ഇതാണ് നമ്മുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിന്റെ കാരണം ത്യാഗത്തിൽ അധിഷ്ഠിതമായ ജീവിതം അന്യർക്കു വേണ്ടി. സ്വാമിജി പറയും, വിവേകാനന്ദ സ്വാമിജി സാധാരണ പറയും, സ്വന്തം കാര്യത്തിന് വേണ്ടി ജീവിക്കുന്നവൻ ജീവിക്കുകയല്ല, മരിക്കുക ചെയ്യുന്നത്. എന്നാൽ മറ്റുള്ളവന് വേണ്ടി ജീവിക്കുന്നവൻ എത്രയോ 1000 ആണ്ടുകൾ ജീവിക്കുന്നു എന്നാണ്. ഇത് തന്നെയാണ് സ്വാമിജിയുടെ ചിത്രങ്ങൾ നിങ്ങളുടെ വീട്ടിലൊക്കെ വെച്ചിട്ടുണ്ടാവും. വിവേകാനന്ദ സ്വാമികളുടെ മിക്കവാറും ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ചിത്രമായി കണക്കാക്കപ്പെടുന്ന ഒരു ചിത്രമുണ്ട്. ആ യുവ യോഗി വാടാ നമുക്കൊന്ന് പിടിച്ചു നോക്കാവുന്ന ഭാവത്തിൽ ധീരതയുടെ, പൗരുഷത്തിന്റെ പ്രതീകമായി കയ്യൊക്കെ കെട്ടി നിൽക്കുന്ന സുന്ദരവും പൗരുഷവുമുള്ള ആ രൂപത്തിന്റെ അടിയിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു വരിയുണ്ട്. ഇംഗ്ലീഷില് ആ വരി പറയുന്നത് സ്വാമിജി തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. Renunciation and service are the national ideals of this nation. If you want to strengthen this nation, strengthen her in those channels and rest will take care of itself. Renunciation and service എന്താ അതിന്റെ അർത്ഥം? നമുക്കെല്ലാം അറിയാം. ത്യാഗവും സേവനവുമാണ് ഈ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ. ഈ ഹിന്ദുസ്ഥാനത്തിന്റെ, ഭാരതത്തിന്റെ
സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷ്യത്തെ എന്ന് പറയുന്ന ഈ ഹിന്ദുസ്ഥാനം, ഹിമാലയം മുതൽ സമുദ്രം വരെ പരന്നു കിടക്കുന്ന ഈ വിശാലമായ പവിത്ര ഭൂമി, ഈ പവിത്ര ഭൂമിയുടെ നിർമ്മിതിക്ക്, സൃഷ്ടിക്ക് എന്താ കാരണം? എല്ലാ രാഷ്ട്രങ്ങളുടെയും നിർമ്മിതിക്ക് പിന്നിൽ ഒരു ആശയത്തിന്റെ, സത്തയുടെ തത്വമുണ്ട്. ഒരു സത്ത, ഒരു തത്വം. ഭാരതത്തിൻ്റെത് എന്താണത്? ഓരോ രാഷ്ട്രത്തിനും വ്യത്യസ്തമാണ്. ഇംഗ്ലണ്ടിനത് കച്ചവടമാണെങ്കിൽ ഫ്രാൻസിനത് രാഷ്ട്രീയമാണ്, അങ്ങനെ പറയും. ഓരോ രാഷ്ട്രത്തിനും വ്യത്യസ്തമായ ആശയങ്ങളാണ്. പക്ഷെ ഭാരതത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ആശയം എന്താണ്? ആ ആശയം സ്വാമി പറയുന്നു, റിനൗൺസിയേഷൻ ആൻഡ് സർവീസ്, ത്യാഗവും സേവനവുമാണ്. നിങ്ങൾക്ക് ഈ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ ആഗ്രഹമുണ്ട് എങ്കിൽ, അതാണ് സ്വാമിജി ചോദിക്കുന്നത്, ഇഫ് യു വാണ്ട് ടു സ്ട്രെങ്തൻ ദിസ് നേഷൻ, രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ട്രെങ്തൻ ഹർ ഇൻ ദോസ് ചാനൽസ് ആൻഡ് റെസ്റ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്സെൽഫ്. പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യണ്ട. എന്താ ചെയ്യേണ്ടത്? ആ ചാനലിനെ, ഏത് ചാനലിനെ? വി ചാനലിനെ ആണോ, MTV ആണോ, ഏത് അല്ല, ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും ചാനലിനെ നിങ്ങൾ ശക്തിപ്പെടുത്തൂ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ജീവിതത്തിൽ ശക്തിപ്പെടുത്തൂ. ഇപ്പൊ ഈ മുടപ്പ സേവയോടനുബന്ധിച്ച്, ബ്രഹ്മ കലശത്തോടനുബന്ധിച്ച് ഇവിടെ വരുന്ന ഓരോരുത്തരും ചെയ്യുന്ന അതാണ്. സ്വാഗതം പറയുമ്പോൾ ശ്രീകാന്ത് സൂചിപ്പിച്ചു, ഇവിടെ ഇരിക്കുന്നവർ മാത്രമല്ല, അവിടെ ഇരിക്കുന്നവരും മാത്രമല്ല, ഇവിടെ നേരിട്ട് വരാൻ കഴിയാതെ സേവനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ത് കൊടുത്തിട്ടാണ് അവർ ഈ വെയിലും കൊണ്ട് അവിടെ സേവനം നടത്തുന്നത്? കാർ അവിടെ പോകണം, കാർ ഇവിടെ വരണം, ചെരുപ്പ് അവിടെ ഇടൂ, ദയവ് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നവർക്ക് കൃത്യമായി ഭക്ഷണം എത്തിക്കാനൊക്കെയുള്ള പ്രവർത്തനം ഈ ആധ്യാത്മിക കേന്ദ്രത്തിൽ വന്ന് ചെയ്യാനുള്ള പ്രേരണ എന്താ? പ്രേരണയാണ് സ്വാമിജി പറയുന്നത്. ഈ രാഷ്ട്രത്തിന്റെ കേന്ദ്ര പ്രമേയമാണ് അത്. ആ കേന്ദ്ര പ്രമേയം ത്യാഗവും സേവനവുമാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശക്തിപ്പെടുത്തിയാൽ ഈ രാഷ്ട്രത്തെ ശക്തിപ്പെടുത്താൻ വേറൊന്നും ചെയ്യേണ്ട. റെസ്റ്റ് വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് സെൽഫ്. അങ്ങനെയുള്ള ഒരു മഹത്തരമായ രാഷ്ട്രത്തിന്റെ അംഗഭൂത ഘടകങ്ങളാണ് ഇവിടെ ഈ എത്തിപ്പെട്ടിരിക്കുന്ന ആൾക്കാരെല്ലാവരും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂട്യൂബിലൂടെ അത് കേട്ടുകൊണ്ടിരിക്കുന്നവരും, ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആയിരങ്ങളെന്നാണ് എന്നോട് പറഞ്ഞത്. നേരിട്ടിവിടെ വരാനുള്ള വിഷമമുണ്ട് ചിലർക്ക്. കുറെ നേരം യൂട്യൂബ് കേൾക്കാം, പിന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ട് വേറെ വല്ലതും ജോലിയും ചെയ്യാം, പിന്നെയും കേൾക്കാം, ഇരിക്കട്ടെ, അങ്ങനെയൊക്കെ ആണെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളുടെ എല്ലാം ചൈതന്യത്തിന്റെ കാരണം ഈ ആധ്യാത്മികതയുടെ, സ്വാമി വിവേകാനന്ദനൊക്കെ പറഞ്ഞ ആ പ്രേരണ തന്നെയാണ്. ഇവിടെ ഈ പൂർണ്ണവും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അനുഷ്ഠാനപരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആധ്യാത്മിക ക്ഷേത്ര സംബന്ധമായ ആചാരാനുഷ്ഠാനങ്ങളാണ്. പക്ഷെ അതിനോടൊപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു വിദ്വത് സദസ്സ് കൂടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് 4 or 5 വേദികളിൽ ഒരേ സമയത്ത്, ഒരിടത്ത് ഭജന നടക്കുന്നു, മറ്റൊരിടത്ത് നൃത്തങ്ങൾ നടക്കുന്നു, മറ്റൊരിടത്ത് രുദ്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, മറ്റൊരിടത്ത് അമ്മമാര് രാത്രിയിലത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള കഷ്ണം നുറുക്കിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം തുല്യ പ്രാധാന്യം കൊടുത്ത് ഇങ്ങനൊരു സഭ കൂടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ പിന്നിലെ കാരണം എന്താ? ജ്ഞാനത്തിന് പരമപ്രാധാന്യം കൊടുത്ത ഒരു രാഷ്ട്രമാണ് നമ്മുടേത്. വീണ്ടും ഞാൻ രാഷ്ട്രത്തിലേക്ക് പോവാൻ, എന്തു പറഞ്ഞാലും അവിടേക്കാ ചെന്ന് നിൽക്കുക, അതുകൊണ്ട് പറ്റിപ്പോന്നാണ്. അപ്പോ ഈ രാഷ്ട്രം ഭാരതം എന്ന് പറയുന്നത് ജ്ഞാനവുമായി ബന്ധപ്പെട്ടാണ് ഭാരതത്തിന് ഭാരതം എന്ന പേര് പോലും കിട്ടിയത്. നമ്മൾ പലർക്കും അറിയാം നമ്മുടെ നാടിന്റെ പേര് ഭാരതം എന്നാണ്. പേരിന് കാരണം എന്താ? ചിലര് പറയും ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് എന്ന്, ചിലര് പറയും ജഡഭരതന്റെ നാമം മൂലമാണ് എന്ന് പറയും, ചിലര് പറയും ഭാവരാഗ താളങ്ങളുടെ സമന്വയമാണ്, 3ന്റെയും ആദ്യാക്ഷരങ്ങൾ ചേർന്നാണ്. ചില കലാകാരന്മാരൊക്കെ അങ്ങനെയും വിശദീകരിക്കാറുണ്ട്, ഭാവ രാഗ താള, അതാണ് ഭാരതം എന്ന്. പക്ഷെ വൈയാകരണന്മാരോട്, ഗ്രമേറിയൻസിനോട് ചോദിച്ചാൽ അവരൊരൊറ്റ ഉത്തരമേ പറയൂ, ഭാ ദീപ്തൗ. ഭ എന്ന് പറഞ്ഞാൽ പ്രകാശം, ജ്ഞാനം, ദീപ്തം, പ്രകാശിക്കുന്നത്, അതിൽ രതിയുള്ളവർ താമസിക്കുന്ന ഇടം, അതിൽ നിന്ന് ആനന്ദം കണ്ടെത്തുന്നവർ താമസിക്കുന്ന ഇടം എന്നാണ് ഭാരതത്തിന്റെ പേരിനർത്ഥം. നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത, ഈ നാടിന്റെ ഭാഷയുടെ പ്രത്യേകത, എന്തെങ്കിലുമൊക്കെ പേരിടുമ്പോ തോന്നിയ ഒരു പേരങ്ങിടുവല്ല, അന്നേരം എന്താണ് വായു എന്ന് അങ്ങിടുക. കുറച്ചുകാലം മുമ്പ്
നിങ്ങൾ ചിലർക്കൊക്കെ നേരിട്ടറിയാവുന്ന ഭാരതത്തിലെ ഒരു സുപ്രസിദ്ധ പണ്ഡിതനുണ്ട്. എന്നെ പരിചയപ്പെടുത്തുമ്പോൾ ശ്രീകാന്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയരുത്, ഞാൻ പണ്ഡിതനാണെന്നൊക്കെ പറഞ്ഞു. അദ്ദേഹമൊക്കെയാണ് പണ്ഡിതന്മാർ, രംഗഹരിജിയെ പോലുള്ള ആൾക്കാർ. രംഗഹരിജി ഒരു ഉദാഹരണം പറഞ്ഞു എൻ്റെ അടുത്ത്. ഒരു വീട്ടിൽ പോയപ്പോ ചെറുപ്പക്കാരായ അച്ഛനും അമ്മയും കുഞ്ഞിനെ പരിചയപ്പെടുത്തി. കുഞ്ഞിന്റെ പേരെന്താന്ന് ചോദിച്ചപ്പോ കുഞ്ഞിന് പറയാൻ ധൈര്യമില്ല. അപ്പോ അച്ഛനും അമ്മയും അഭിമാനപൂർവ്വം ഒറ്റ ശബ്ദത്തിൽ പറഞ്ഞു, മേട്ടു എന്നാണ് പേര് എന്ന് പറഞ്ഞു. മേട്ടു എന്തപ്പോ അതിന്റെ അർത്ഥം? മേട്ടു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അമ്മ അഭിമാനത്തോടെ പറഞ്ഞു, മേ 2 ആണ് ജന്മദിനം, അതുകൊണ്ട് മേ 2 എന്ന്. അപ്പൊ ഓർക്കാൻ എളുപ്പമാണല്ലോ, ജന്മദിനവും ഓർക്കാം, ബർത്ത്ഡേ ഓർക്കാം, അങ്ങനെയാണ്. പക്ഷെ ഇതല്ല നമ്മുടെ പാരമ്പര്യം. വാക്കുകൾക്ക് അർത്ഥം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു വ്യക്തി ജനിച്ചാൽ ആ വ്യക്തിയുടെ നക്ഷത്രത്തിന്റെ തിഥിയുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അവന്റെ പൊട്ടൻഷ്യൽ എന്താ, അവൻ നാളെ ഈ രാഷ്ട്രത്തിൽ കുടുംബത്തിൽ എന്താ ചെയ്യാൻ പോകുന്നത്. ഒരു കുഞ്ഞു ജനിച്ചു പുനർവസു നാളിൽ ദശരഥനും കൗസല്യക്കും. ആ കുഞ്ഞ് ജനിച്ചപ്പോ അവിടുത്തെ ഋഷീശ്വരന്മാർ, വസിഷ്ഠരാദി ഋഷീശ്വരന്മാർ ശ്രദ്ധിച്ചു ഗോളങ്ങളുടെ നില എങ്ങനെയാണ്. അതിൽ നിന്ന് അവർ മനസ്സിലാക്കി സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും രഞ്ജിപ്പിക്കാനാണ്, രമിപ്പിക്കാനാണ് ഇവൻ ജനിച്ചിരിക്കുന്നത്, ആനന്ദിപ്പിക്കാനാണ് ജനിച്ചിരിക്കുന്നത്. ഒരാളും ഇവനെ പ്രതി ദുഃഖിക്കില്ല, എല്ലാവരും ആനന്ദിക്കും. അങ്ങനെ സർവരെയും രഞ്ജിപ്പിക്കാൻ പോകുന്നവൻ ആകയാൽ അവന്റെ നാമം രാമൻ. മറ്റൊരു കുഞ്ഞു പിറന്നു, അവനെ കുറിച്ച് കൗത്സനെ പോലത്തെ ആചാര്യന്മാര് ഇരുന്ന് ചിന്തിച്ചു എന്തായിരിക്കണം ഇവന്റെ പേര്. ആലോചിച്ചു വന്നപ്പോ മനസ്സിലായി ഗോളങ്ങളുടെ ഗ്രഹങ്ങളുടെ നിലയൊക്കെ അനുസരിച്ച് നാളിനനുസരിച്ച് രോഹിണി നാളാണ്, അഷ്ടമിയാണ് തിഥി. ഇതെല്ലാം കൂടി നോക്കി ഒരുമിച്ച് വന്ന ഈ കുഞ്ഞ് പ്രപഞ്ചത്തെ മുഴുവൻ തന്നിലേക്ക് കർഷിക്കും, എന്നുവെച്ചാൽ ആകർഷിക്കും. എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കാൻ പോകുന്ന അദ്വിതീയമായ വ്യക്തിത്വത്തിന്റെ ഉടമസ്ഥനാകാൻ പോകുന്ന കുഞ്ഞാകയാൽ ഇരിക്കട്ടെ അവന് പേര് കൃഷ്ണൻ. ഇപ്പൊ പേരിടുമ്പോ ഇത് നോക്കും, വസ്തുവിന് പേരിടുമ്പോഴും നോക്കും. പാശ്ചാത്യർക്കോ പാശ്ചാത്യ സംസ്കൃതിയിൽ ഊറ്റം കൊള്ളുന്നവരോ അവര് മേട്ടു എന്നൊക്കെ പേരിട്ടെന്ന് വരും. അവരൊരു ഇടുക, പാശ്ചാത്യരായിട്ടുള്ള ആൾക്കാരിടുന്ന പാരമ്പര്യം അവർക്ക് പെട്ടെന്ന് തോന്നുന്ന, ബാഹ്യമായി തോന്നുന്ന എന്താണോ ആ പേരാണ് ഇടുക. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, അറിയില്ല ഇതിലിരിക്കുന്ന എത്രയോ പേര് അത് കേട്ടിട്ടുണ്ടാകാൻ ഇടയുള്ളതാണ്. വ്യാകരണ സംബന്ധിയായ ക്ലാസ്സുകൾ, എറ്റിമോളജിയുമായിട്ട് ബന്ധപ്പെട്ട പദവിത്പത്തി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളിൽ പങ്കെടുത്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും കേട്ടിരിക്കാൻ ഇടയുള്ള ഒരു ഉദാഹരണമാണ്. നമ്മളെല്ലാവരും ഉപയോഗിക്കാറുള്ള ഒരു ഔഷധമാണ് നെല്ലിക്ക. നെല്ലിക്കയുടെ സംസ്കൃതത്തിലും ഭാരതീയ ഭാഷയിലുമുള്ള പേരെന്താണ്? ആമലകം, ആംല, ആവുല എന്ന് വെച്ചാൽ ആമലകത്തിൽ നിന്നാണ് ആ പേര് വന്നിട്ടുള്ളത്. ആമലകം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ആ വാക്കിന്റെ അർത്ഥം ഏതൊന്നാണോ നിങ്ങളിലെ മലത്തെ, ദുഷ്ടിനെ, ചീത്തയായ വസ്തുവിനെ, അശുദ്ധിയെ നീക്കം ചെയ്യാൻ പോകുന്ന ശക്തിയുള്ള ഔഷധിയാകയാൽ ഇതിനു പേര് ആമലകം, മലമില്ലാതാക്കുന്നു. നിങ്ങളുടെ മിക്കവാറും ആൾക്കാർക്ക് അറിയാം ഇതിന്റെ ഇംഗ്ലീഷ് പേരെന്താണ് എന്ന്. ഇംഗ്ലീഷ് പേരെന്താണ്? ഗൂസ്ബെറി എന്നാണ്. ചിലടത്ത് വൈൽഡ് ഗൂസ്ബെറി എന്ന് പറയാം. ഗൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗൂസ് എന്ന് പറഞ്ഞാൽ കാട്ടുവാത്ത, കാട്ടിലൂടെ നടക്കുന്ന താറാവ്. ഇപ്പൊ ഈ ഭാരതത്തിന്റെ പൂർവികന്മാരും കാട്ടിലൂടെ അലഞ്ഞു തിരിയുമ്പോ ഒരു വലിയ മരം, ചെറിയ ഇലകൾ, അതിൽ ഉരുണ്ട കായ, പച്ച നിറത്തിലുള്ള കായ, അതിൽ പാകമായത് പൊഴിഞ്ഞു കിടക്കുന്നത് കണ്ടു. ഉടനെ അവര് പച്ച ഉണ്ട കായ എന്ന് പേരിട്ടില്ല. അല്ലെങ്കിൽ അതിന് സമീപത്ത് കിടക്കുന്ന വേറെ വല്ല കായ്ക്കളോട് സമാനതയുള്ളത് എന്ന പേരിലും പേരിട്ടില്ല. അവരതിനെക്കുറിച്ച് പരീക്ഷണ നിരീക്ഷണാദികൾ നടത്തി കണ്ടെത്തിയതിന്റെ പൊട്ടൻഷ്യാലിറ്റി, അതിന്റെ ക്വാളിറ്റി കണ്ടെത്തിയതിനു ശേഷം അതിന് പേരിട്ടു ആമലകം. സായിപ്പും കണ്ടു ഇങ്ങനൊരു കായ. പക്ഷെ അവനെ കൺഫ്യൂസ് ചെയ്യിക്കുന്ന വേറൊരു പച്ച കായ കൂടി അവൻ പരിസരത്ത് കണ്ടു. അതേതാ? കാട്ടിൽ അലഞ്ഞു തിരിയുന്ന ഗൂസ്. പുലർച്ചെ എല്ലാവർക്കും പോകേണ്ടതുപോലെ വാത്തയ്ക്കും പോകണം എന്ന് വെച്ചാൽ കക്കൂസി പോകണം എന്നർത്ഥം. അങ്ങനെ അതിട്ടിട്ട് പോയ കായ്ക്കും ഏതാണ്ട് പച്ച നിറം, ഇതേ വലിപ്പം, ഉരുണ്ട നിറം. കൺഫ്യൂസ്ഡ് ആയി, ഇത് ഗൂസിന്റെ ബെറിയാണോ ഈ ട്രീയുടെ ബെറിയാണോ? അതുകൊണ്ട് ഗൂസിന്റെ ബെറിക്ക് സമാനമായ ബെറി എന്ന നിലയിലാണ് അവരതിന് പേരിട്ടത് എന്ന് ഇംഗ്ലീഷ് പണ്ഡിതനായ ഒരു ആചാര്യൻ പറഞ്ഞതാണ്. ഏതായാലും നമ്മൾ പേരിടുന്നത് അതിന്റെ അർത്ഥം, അതിന്റെ സാധ്യത കൂടി മനസ്സിലാക്കിയിട്ടാണ്. അങ്ങനെയാണ് ഈ നാടിന് ഭാരതം എന്ന പേര് വന്നത്. അത്തരം ജ്ഞാനത്തിന് പ്രാധാന്യമുള്ള അനേകർ പ്രസംഗിക്കാനുണ്ട്. പൂജ്യ സ്വാമിജിമാരുടെ ആശീർവാദ പ്രസംഗം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുണ്ട്.
ഞാൻ അധിക സമയം നിങ്ങളുടെ എടുക്കുകയൊന്നുമില്ല, ഞാൻ സമാപിപ്പിക്കുക. ഞാൻ വന്നതിന്റെ ഉദ്ദേശം പറഞ്ഞിട്ട് പോകണമല്ലോ, അതുകൊണ്ട് മാത്രം. ഇത്രയും ദൂരെ നിന്ന് വന്നല്ലേ, ഏതായാലും എൻ്റെ അത്ര ദൂരെ നിന്ന് വന്ന ആരും ഇവിടെ കാണുന്നില്ല, ഡൽഹിയിൽ നിന്ന് വന്നവരൊന്നും ഇല്ലല്ലോ ഇവിടെ. ശരി, അപ്പൊ അതുകൊണ്ട് ഒരു ഇത്തിരി പരിഗണന സംഘാടകർ തരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇരിക്കട്ടെ. ഏതായാലും ജ്ഞാനത്തിന് പ്രാധാന്യമുള്ള ഈ ഭാരതത്തിൽ, ആ ഭാരതമാകട്ടെ ആധ്യാത്മികതയിൽ നിന്ന് ഉറന്ന് സൃഷ്ടിക്കപ്പെട്ട ഭാരതം, അങ്ങനെയുള്ള ഭാരതത്തിൽ നടക്കുന്ന ഇത്തരം ചടങ്ങുകളിൽ തീർച്ചയായിട്ടും ആവശ്യമാണ് ഭാരതീയ ജ്ഞാന പരമ്പരയെക്കുറിച്ച്, ജ്ഞാന പാരമ്പര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നത്. മധൂർ സിദ്ധിവിനായക ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ആ ക്ഷേത്രത്തിന്റെ ഖ്യാതി ഇന്ന് കേരളത്തിന്റെ കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാഥമായി തെക്കു വടക്ക് നീളെ അന്യോന്യം അമ്പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യമെന്ന് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ പാടിയ കേരളത്തിൽ മാത്രമല്ല, അതിനപ്പുറത്തേക്കും ഖ്യാതി പറന്നൊഴുകുന്ന ഒരു ക്ഷേത്രമാണ്. തീർച്ചയായിട്ടും ഇത്തരം ക്ഷേത്ര സങ്കേതങ്ങൾ ഭാരതീയ ജ്ഞാന പാരമ്പര്യത്തെ, ജ്ഞാന പരമ്പരയെ നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ള കേന്ദ്രമായി വളരണം. ഒരു കാലത്ത് നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും അത് നടന്നിരുന്നു. ഇന്ന് നമ്മൾ പരിതപിക്കുന്നുണ്ട് ഭാരതത്തെക്കുറിച്ച്, നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച്, നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് കുഞ്ഞുങ്ങൾക്കൊന്നും അറിയില്ല. ഇതിന് തൊട്ടു മുമ്പ് ഒരു പ്രവർത്തകൻ എന്നോട് പറഞ്ഞു, ആരും ഇത് കേൾക്കാൻ പോലും വരുന്നില്ല ഇതൊക്കെ എന്ന്. എന്റെ കാരണം എന്താ? അതിനോടുള്ള അഭിരുചി കുറയുന്നു. അഭിരുചി കൂടണമെങ്കിൽ ഒരു 50 കഴിയണം. 50 കഴിയുമ്പോഴാണ് ഈ അഭിരുചി ഉണ്ടാകുന്നത്. സത്യത്തിൽ ഈ അഭിരുചി ഉണ്ടാകേണ്ടത് ചെറിയ കുട്ടികളിലാണ്. ഭാരതത്തിൽ അത്യത്ഭുതങ്ങളെ സ്വാഗതം ചെയ്ത് വിളിച്ചു വരുത്തിയ ശങ്കരാചാര്യർ ഏതു പ്രായപരിധിക്കുള്ളിലാണ് അത്തരം കർമ്മങ്ങൾ മുഴുവൻ നിർവഹിച്ചത്? നമുക്കറിയാം, ബാലകനായിരിക്കുന്ന സമയത്താണ്. നാടിന്റെ ഐക്യത്തിന് വേണ്ടി, ഏകതയ്ക്ക് വേണ്ടി സ്വന്തം വീട് വിട്ട് ഭാരതം മുഴുവൻ പ്രദക്ഷിണം ചെയ്ത് 4 അതിരുകളിലും ഭാരതത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആധ്യാത്മികതയുടെ, ധാർമ്മികതയുടെ മഹാദുർഗങ്ങൾ സ്ഥാപിച്ച ശങ്കരാചാര്യർ ആ കർമ്മം മുഴുവൻ ചെയ്തത് തന്റെ കൗമാരാവസ്ഥയിലാണ്. ഈ പ്രേരണ കുഞ്ഞുങ്ങൾ സൃഷ്ടിക്കേണ്ടത് നമ്മുടെ ഈ നാടിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ്. അത്രയ്ക്കുണ്ട് പഠിക്കാൻ ഭാരതത്തിന്റെ ആ ജ്ഞാന പാരമ്പര്യം. പുരാണങ്ങളിലൂടെ, ഉപനിഷത്തുകളിലൂടെ, അതിനുമപ്പുറത്ത് വേദത്തിലേക്ക് പരന്നു കിടക്കുന്ന ഒരു വലിയ ജ്ഞാനത്തിന്റെ സമ്പത്തുണ്ട് ഭാരതത്തിന്. ആ ജ്ഞാനമാണ് ജീവിതത്തെ ശുദ്ധമാക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതിനുള്ള വ്യവസ്ഥ ക്ഷേത്രത്തോടനുബന്ധിച്ച് ക്ഷേത്ര സമിതിയൊക്കെ താല്പര്യമെടുത്ത് നടത്തേണ്ടിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അതിന്റെ ആവശ്യം എന്തെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം. പലയിടങ്ങളിൽ നിന്ന് അടിച്ചു കയറി വരുന്ന വെട്ടിത്തിളങ്ങുന്ന പുത്തനാശയങ്ങളുടെ പ്രേരണയിൽപ്പെട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ വഴി മാറിപ്പോകുന്നില്ലേ എന്ന് ചിന്തിക്കണം നമ്മൾ. ഞാനിവിടെ എന്തെങ്കിലും ഒരു കുറ്റം പറയാൻ വേണ്ടി വന്നു നിൽക്കുകയല്ല, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വസ്തുതയാണ്. എന്തുകൊണ്ടാണ് നമുക്കിപ്പോ വ്യാകുലത ഉണ്ടാകുന്നത്? നമ്മുടെ അടുത്ത തലമുറയെക്കുറിച്ച് സുപ്രധാനമായ കാരണം ഭാരതീയ ജ്ഞാനത്തെക്കുറിച്ച്, ഭാരതീയ അറിവിനെക്കുറിച്ച് അവർക്ക് ഉള്ളിൽ ഒരു പ്രേരണ, ഒരു താല്പര്യം ജനിക്കുന്നില്ല. ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ പറയാം, അതെന്താ കുറച്ച് ആധ്യാത്മികതയല്ലേ, കുറച്ച് കാവി ചുറ്റലോ, ഭസ്മം തൊടലോ, രുദ്രാക്ഷം തൊടലോ അല്ലേ ഈ നിങ്ങളുടെ ആധ്യാത്മികത, ഭാരതീയ ജ്ഞാനം എന്ന് പറഞ്ഞാൽ? അല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണെന്നുള്ള അർത്ഥത്തിലല്ല. അതിനോടൊപ്പം തന്നെ ഭൗതിക ജ്ഞാനവും നമുക്ക് സമൃദ്ധമായി ഉണ്ടായിരുന്നു. മുണ്ടകോപനിഷത്തില് പറയും, ആചാര്യൻ പറയും, ദ്വേ വിദ്യേ വേദിതവ്യേ ഇതി സ്മഃ പരാച അപരാച. പരാവിദ്യയുമുണ്ട്, അതായത് ആധ്യാത്മിക വിദ്യയുമുണ്ട്, മോക്ഷപ്രാപ്തിക്കുതകുന്ന പരാവിദ്യയുമുണ്ട്. ജീവിതായോധനത്തിൽ നിങ്ങളെ വിജയിപ്പിക്കുന്ന അപരാവിദ്യയുമുണ്ട്. പരാച അപരാച ദ്വേ വിദ്യേ വേദിതവ്യേ ഇതി സ്മഃ. 2 തരം വിദ്യകളും ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ഈ പരയും അപരയും എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു തമാശ കഥ ഓർമ്മ വന്നതാണ്. നമ്മൾ കേരളത്തിൽപ്പെട്ടവരാണല്ലോ. കുറച്ചു കാലം മുമ്പ് കേരളത്തിൽ ഒരു സർക്കാർ ഉണ്ടായിരുന്നു. ഏത് പാർട്ടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ആ സർക്കാർ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അന്നത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെയാണ് എക്സൈസും കൈകാര്യം ചെയ്തിരുന്നത്. രണ്ടും തമ്മിൽ നല്ല യോജിപ്പാണല്ലോ. സാംസ്കാരികം, ക്ഷേത്ര സംബന്ധം ആയ കാര്യങ്ങളും അതിന്റെ കൂട്ടത്തിൽ മദ്യക്കച്ചവടം. പ്രധാന വരുമാനം അതാണല്ലോ, നമ്മുടെ കേരളത്തിന്റെ പ്രധാന വരുമാനം അതാണ്. അപ്പൊ അത് കാര്യമായി
ശ്രദ്ധിക്കാനുള്ള ആൾ വേണം. അതുകൊണ്ട് ഒരു സീനിയർ മന്ത്രിയെ തന്നെ അത് ഏൽപ്പിച്ചു. അതിനിടയിലാണ് കോടതിയിൽ നിന്നൊരു വിധി ഉണ്ടായത്. ക്ഷേത്രങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും പള്ളിക്കൂടങ്ങളുടെയും അടുത്ത് നിന്നൊരു 500 മീറ്ററോ മറ്റോ മാറി മാത്രമേ മദ്യശാലകൾ വെക്കാൻ പാടുള്ളൂ എന്നൊരു ഓർഡർ വന്നു ഹൈക്കോടതിയിൽ നിന്ന്. ഉടൻ തന്നെ സർക്കാരിനാകെ വേവലാതിയായി. കാരണം ഇത് കൂടുതൽ വിറ്റ് പോകണമെങ്കിൽ പിള്ളേരെയാണല്ലോ കുടിപ്പിക്കേണ്ടത്. അതിന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ എന്ത് വേണ്ടു എന്ന് ചിന്തിച്ചിട്ട് ഈ എക്സൈസ് കം കൾച്ചറൽ കം ടെമ്പിൾ വകുപ്പ് മന്ത്രി രംഗത്തങ്ങ് ഇറങ്ങി. ആരെയും തലയൊക്കെ മുറുക്കി പ്രസംഗങ്ങളോടെ പ്രസംഗം. കോട്ടയത്ത് ഒരു ദിവസം ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബസ് ബ്ലോക്കായിട്ട് നോക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രസംഗം നടക്കാൻ. കേട്ട വാചകം എന്താണെന്ന് അറിയാമോ? നിങ്ങൾ ഈ ക്ഷേത്രങ്ങളുടെ അടുത്തും സ്കൂളുകളുടെ അടുത്തും മദ്യശാലകൾ പാടില്ല എന്ന് പറയുന്നതിന് എന്ത് യുക്തിയാണുള്ളത്? കേരളത്തിന്റെ പിതാവ്, മലയാളത്തിന്റെ പിതാവ്, അധ്യാത്മ രാമായണത്തിന്റെ കർത്താവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നല്ല പിപ്പിരിയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. അതിന്റെ കാരണം എന്താണ്? അദ്ദേഹം വളരെ റിസർച്ച് ഒക്കെ ചെയ്തിട്ട് പറയുന്നത് കേട്ടോ, ഗവേഷണ തൽപരനാണ്. അദ്ദേഹം പറയുന്നത് എന്താ? രാമായണം എടുത്തു വെച്ച് നോക്കൂ. തുഞ്ചത്ത് രാമാനുജന്റെ രാമായണം എടുത്ത് തുറന്നാൽ തന്നെ അർത്ഥശൂന്യമാം വണ്ണം 2 അക്ഷരം ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് കാണാം. ഏതാ 2 അക്ഷരം? പരാ പരാ പര പരമപാഭിമാം എന്ന് പറഞ്ഞ രാമായണം തുടങ്ങുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വന്ന്. അദ്ദേഹത്തിന് ഈ പാര ആവർത്തിച്ച് അർത്ഥശൂന്യമായി എഴുതിയിരിക്കുന്നു എന്നാണ് തോന്നിയത്. ഇങ്ങനെ എഴുതണമെങ്കിൽ, അതാണ് അദ്ദേഹത്തിന്റെ യുക്തി, ഈ മന്ത്രിയുടെ. അദ്ദേഹം പറയാണ് ഇങ്ങനെ എഴുതണമെങ്കിൽ അടിച്ച് പൂസായിരുന്നിരിക്കണം. അപ്പൊ അടിച്ച് പൂസായിട്ട് പിപ്പിരിയായിട്ട് എഴുതിയതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് പര എന്താണ്, അപര എന്താണ്, പരാദേവിയും അപരാദേവിയുടെയും പ്രാധാന്യം എന്താണ്, മുണ്ടകോപനിഷത്ത് എന്താണ്, ബൃഹദാരണ്യകം എന്താണ്? എന്നാലും അദ്ദേഹം മന്ത്രിയാണ്. എന്തിന്റെ? സാംസ്കാരിക വകുപ്പിന്റെ. പരയുടെയും അപരയുടെയും നാടാണ് നമ്മുടേത്. ഗീത പറയും ഈ ശരീരം എടുത്തുപോയില്ലേ, അതുകൊണ്ട് കർമ്മം ചെയ്യാനും ജീവിക്കാനും വേണ്ടിയിട്ടുള്ള ഭൗതിക വിദ്യയുടെയും ആവശ്യമുണ്ട്. അത് ആത്യന്തികമല്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ശാസ്ത്രശാഖകളിലും ഭാരതത്തിന് അതിൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പണ്ടുകാലത്തെ ഗ്രന്ഥങ്ങൾ ഒന്നൊന്നായി പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അത് വിമാനശാസ്ത്രമായാലും രസതന്ത്രശാസ്ത്രമായാലും ആചാര്യ PC റായ്, പ്രൊഫസർ PC റായ്, പ്രഫുല്ലചന്ദ്ര റായ്, അദ്ദേഹം കെമിസ്ട്രിയുടെ അധ്യാപകനായിരുന്നു. വിദേശത്തൊക്കെ പോയി വലിയ റാങ്കൊക്കെ വാങ്ങി വന്ന മനുഷ്യനാണ്. അദ്ദേഹം ഭാരതത്തിന്റെ രസതന്ത്രത്തിന്റെ ചരിത്രം എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ആ പുസ്തകമൊന്നും നമ്മുടെ കോളേജുകളിലോ സ്കൂളുകളിലോ വായിക്കാൻ കുട്ടികൾക്ക് അബദ്ധത്തിൽ പോലും കൊടുക്കുന്നില്ല കേട്ടോ. ആ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയാമോ? ഹിന്ദു കെമിസ്ട്രി. അതാണ് അതിലും വലിയ കുഴപ്പം. കെമിസ്ട്രി എന്താ? അമ്പലത്തിൽ പോകുന്നവരുടെ മാത്രം കെമിസ്ട്രി എന്നാണോ? ഹിന്ദു എന്ന് ഉപയോഗിച്ചതിന്റെ പിന്നിലെ അർത്ഥം ഈ രാഷ്ട്രത്തിന്റെ എന്നാണ്. ഈ രാഷ്ട്രത്തെ കുറിക്കുന്ന പദമാണ് ഹിന്ദു. അത് കേവലം ഒരു മതത്തെ കുറിക്കുന്നതല്ല, അതിനപ്പുറത്ത് ഈ രാഷ്ട്രത്തെ. അതുകൊണ്ടാണ് പ്രഫുല്ലചന്ദ്ര റായ്, ചിലർക്ക് സംശയം തോന്നാം, വല്ല വിശ്വഹിന്ദു പരിഷത്തുകാരനോ RSSകാരനോ ആയിരുന്നിരിക്കും PC റായ് എന്ന്. അദ്ദേഹം ഈ പുസ്തകം എഴുതുന്നത് 1910 എന്ന് വെച്ചാൽ ഡോക്ടർ കേശവ ബൽറാം ഹെഡ്ഗവാർ RSS തുടങ്ങുന്നതിനും 15 വർഷം മുമ്പേ എഴുതിയ പുസ്തകമാണ് ഹിന്ദു കെമിസ്ട്രി. അതിനൊരു 1-2 വർഷം കഴിഞ്ഞപ്പോൾ കാശിയിലെ ഒരു ആചാര്യൻ, പൊളിറ്റിക്കൽ സയൻസിന്റെ ആചാര്യൻ കാശി പ്രസാദ് ജയ്സ്വാൾ പ്രൊഫസർ, അദ്ദേഹം ഭാരതത്തിന്റെ രാജനൈതിക ശാസ്ത്രത്തെക്കുറിച്ച്, ഗണതന്ത്ര ഭരണ വ്യവസ്ഥയെക്കുറിച്ച്, സഭകളെക്കുറിച്ച്, സമിതികളെക്കുറിച്ച്, അതിപൗരാണിക കാലം മുതൽ എവിടെ നിന്ന ഭരണ സമ്പ്രദായങ്ങളെ കുറിച്ച് ഒരു പുസ്തകം എഴുതി. എന്നിട്ട് അതിന് പേരിട്ടു ഹിന്ദു പൊളിറ്റി. ഡോക്ടർ ബിന്ദുഭൂഷൺ ചതോപാധ്യായ എന്ന് പറയുന്ന ഒരു ഡോക്ടർ, ബംഗാളി, അദ്ദേഹം ഒരു പുസ്തകം എഴുതി ഭാരതത്തിന്റെ ശസ്ത്രക്രിയോപകരണങ്ങളെ കുറിച്ച്. ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ കുറെ അധികം സംസാരിക്കാവുന്ന, ഞാൻ വെറും പുസ്തകത്തിന്റെ പേര് മാത്രം പറയുകയാണ്. ഭാരതീയ ജ്ഞാന പാരമ്പര്യത്തെ കുറിച്ച് പറയുന്നു എന്നല്ലേ സൂചിപ്പിച്ചു. അതുകൊണ്ട് അദ്ദേഹം ആ പുസ്തകം എഴുതി ഗവേഷണം ചെയ്ത് പേരിട്ടു ഹിന്ദു സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന്. അപ്പൊ ഇങ്ങനെ ഭാരതത്തിൻ്റെതായ ജ്ഞാന പാരമ്പര്യം അത് കുഞ്ഞുങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ 2 ഭാഗവും, പരയുടെയും അപരയുടെയും മഹത്വം കുഞ്ഞുങ്ങളെ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള സംരംഭം നമ്മുടെ ഈ പവിത്രമായ സങ്കേതത്തിൽ നിന്നുണ്ടാകണം. എനിക്ക് തോന്നുന്ന കാര്യമാണ്, എനിക്ക് പറയാലോ. എനിക്ക് തോന്നുന്നു ഈ 10 ദിവസം നീണ്ടുനിന്ന നിങ്ങളുടെ യജ്ഞത്തിന്റെ സാഫല്യം ഇതിനു ശേഷം
ഇവിടെ ഈ ക്ഷേത്രത്തോടനുബന്ധിച്ച് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ഹിന്ദുധർമ്മത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും സാർത്ഥകമായി അർത്ഥപൂർണമായി പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കലായിരിക്കും ഈ വലിയ സംരംഭത്തിന്റെ ഏറ്റവും വലിയ സാകല്യം, ഏറ്റവും വലിയ സാഫല്യം, ഏറ്റവും വലിയ സാർത്ഥകത എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുന്നു. വന്ദേ മാതരം.